ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ നല്ല ടേസ്റ്റായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂർക്ക. ഇപ്പോൾ നല്ല സീസണാണല്ലോ നമുക്ക്. അപ്പോൾ ഈ കൂർക്ക കഴിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കയ്യിലൊന്നും ആകാതെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു മെഴുക്ക് പുരട്ടിയും കൂടി വെച്ച് കഴിക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ജ്യോതിസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വരൂ വീഡിയോയിലേക്ക് പോകാം. കൂർക്ക എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാമെന്ന് നമുക്ക് നോക്കാം. സാധാരണ പല പല മെത്തേഡുണ്ട്. ഇത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇതുപോലെ ഉള്ളി പൊട്ടാറ്റോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നെറ്റൊക്കെ കിട്ടും. ഇത് നമ്മൾ കളയാതെ ശേഖരിച്ച് വയ്ക്കണം. അല്ലെങ്കിൽ അതില്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്രബ്ബ് വച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാം, ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സഞ്ചി, ഇത് അരിയൊക്കെ വാങ്ങിക്കുന്ന ഒരു തുണി പോലത്തെ ഒരു സഞ്ചിയാണ്. അല്ലെങ്കിൽ സാധാരണ തുണി സഞ്ചി പഴയതുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിൽ ഈ സ്ക്രബ്ബറും ഈ നെറ്റും കൂടി ഇടാം. നമുക്ക് ഉമ്മി ഉണ്ടെങ്കിൽ ഉമ്മിയും കൂടി ഇടാം. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ലൈറ്റായിട്ട് ഇതിങ്ങനെ അടിക്കണം. 4-5 പ്രാവശ്യം അടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മണം. ഇത് ആദ്യം തന്നെ വെള്ളത്തിലിട്ടണമെന്ന് പോലും ഇല്ല, ഇങ്ങനെ പെട്ടെന്ന് വന്ന് കിട്ടും. ഈ മണ്ണൊക്കെ ഒട്ടിയിരിക്കുന്നത് പെട്ടെന്ന് ഇളകി കിട്ടും. ഇങ്ങനെ 4-5 പ്രാവശ്യം അടിക്കണം. അടിച്ചിട്ട് ഇങ്ങനെ അതും കൂടി വെച്ച് തിരുമ്പുമ്പം നമുക്ക് ആ മണ്ണും അഴുക്കും എല്ലാം നമുക്ക് തോലും എല്ലാം ഇളക്കി കിട്ടും. സഞ്ചിയിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ഉറച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഉറച്ചപ്പം തന്നെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലിട്ടിട്ട് നോക്കാം. അപ്പോൾ ഒരുമാതിരി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. കൂർക്ക വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇത് കുതിരട്ട്. അപ്പോൾ എക്സ്ട്രാവായിട്ട് ഇരിക്കുന്ന മണ്ണും തോലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും. ഇത് അടിച്ചപ്പം തന്നെ ഇത്രയ്ക്കായി. ചെറിയ കിഴങ്ങാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരും. ചിലപ്പോൾ ചെറിയ കിഴങ്ങൊക്കെ നമുക്ക് തൊലിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഉള്ളി കിട്ടുന്ന നെറ്റൊക്കെ കളയാതെ വച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ കൈ കൊണ്ട് എടുത്തപ്പോൾ തന്നെ ഈസി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കാം. കൂർക്ക വെള്ളത്തിലിട്ട് വച്ചിട്ട് ഒരു 10-15 മിനിറ്റായി. ഇത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രബ്ബർ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉറയ്ക്കാം. ഈസി ആയിട്ട് ഉറച്ചെടുക്കാം. നല്ല കുതിർന്നിരിക്കണമുണ്ട്. നമുക്ക് ഇടയിലൊക്കെ ഉള്ള ഈ അഴുക്കൊക്കെ പെട്ടെന്ന് വരും. കണ്ടില്ലേ? അധികം പ്രഷർ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെ നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാത്രം ചുരണ്ടി കളഞ്ഞാൽ മതി. ഇങ്ങനെ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ കൂർക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഷ്ണങ്ങളായിട്ട് എങ്ങനെയാണ് റൗണ്ടിലോ നീളത്തിലോ നമുക്ക് മുറിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കിയ കൂർക്ക നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ കൂർക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാർത്തെടുക്കാം. കൂർക്ക വാർത്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ചില്ലി പൗഡർ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് ഇത് ഇറക്കിയിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വയ്ക്കാം. ചട്ടി കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുത്തം പരിപ്പും 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും 1/4 കപ്പ് തേങ്ങ ചെറുതായിട്ട് ചുരണ്ടിയത് ഇട്ടിട്ട് ഒന്ന് വരക്കാം. വരക്കുന്ന രീതിയിലാകുമ്പോൾ നല്ല ചുവക്കണ്ട, കുറച്ച് ചുവക്കുന്ന രീതിയിലാകുമ്പോൾ നമുക്ക് ഈ കൂർക്കയും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉടയാതെ മിക്സ് ചെയ്യാം. ഇത് നല്ല ഒരു സൈഡ് ഡിഷാണ്. ഈ സാമ്പാറിൻ്റെ കൂടെ, രസത്തിൻ്റെ കൂടെ, തൈരിൻ്റെ കൂടെ, എന്തുകൊണ്ടിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇറക്കാം. നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും നിങ്ങൾ കണ്ടല്ലോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും ബ്ലോഗ്സും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.